ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയില് ഒത്തിരി സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു ഡൗട്ടാണ്. അതായത് 20 to 25 ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യാവോ? അപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രോഫിറ്റിന് വേണ്ടിയാണ്. നമുക്ക് ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺസ് വരണം, അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു ഇൻകം കാണും. അതിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് നമുക്ക് എങ്ങനെ ഇൻകം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം പല ആവശ്യങ്ങളുണ്ട്. പിന്നെ ദൈനംദിനം ചെലവുകൾ വർദ്ധിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് മീറ്റ് ഔട്ട് ചെയ്യണം, അല്ലെ? അപ്പൊ അതിന് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ഈ ഒരു 7 സെക്ടർ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സെക്ടർ നമ്മൾ എപ്പോ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ലാഭം തരും. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. കോൺസ്റ്റന്റ് റിട്ടേൺ നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന, ഒരിക്കലും ഈ സെക്ടർ ഡൗൺ ആകത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു സെക്ടർ ഇല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല. അങ്ങനത്തെ സെക്ടേഴ്സിലെ സ്റ്റോക്കുകളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം ആ ഒരു സെക്ടർ എന്ന് പറയുന്നത് FMCG ആണ്, അല്ലെ? FMCGക്ക് ഒരിക്കലും ഡിമാൻഡ് കുറയത്തില്ല. FMCG ഇല്ലാണ്ട് പറ്റത്തില്ല. സെക്കൻഡ് ബാങ്കിങ്, അതേപോലെ തന്നെ ഒരു സ്റ്റോക്കാണ് ബാങ്ക്. കാരണം എല്ലാത്തിനും നമുക്ക് ബാങ്കിങ് ആവശ്യമാണ്. തേർഡ് വൺ ഓട്ടോമൊബൈൽ. ഇപ്പൊ കുറെ കാലമായിട്ട് നമുക്കറിയാലോ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ ഓട്ടോമൊബൈലിൽ കാറിന്റെ ഉൽപ്പന്നങ്ങൾ, കാറായിക്കോട്ടെ ബൈക്കായിട്ട് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഫാസ്റ്റ് വേൾഡില് ഓട്ടോമൊബൈൽ ഇല്ലാണ്ട് പറ്റത്തില്ല. ദെൻ ഈ ഫോർത്ത് സെക്ടർ IT സെക്ടർ, അല്ലെ? എല്ലാം ഓൺലൈൻ ക്ലാസ്സസ്, അല്ലെങ്കിൽ ലോക്ക്ഡൌൺ ഒക്കെ ആയതിനു ശേഷം ഓൺലൈൻ ആയിട്ടുള്ള എല്ലാം IT ബേസ്ഡ് എല്ലാം തന്നെ വളരെ ഗ്രോയിങ് ആണ്. സോ IT സെക്ടർ എപ്പോഴും ഉണ്ട്. പിന്നെ ഫാർമ, മെഡിസിൻസ് ഇല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല. എപ്പോഴായാലും ഫാർമ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പവർ സെക്ടർ, ഈ ഒരു സെക്ടറും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ടറാണ്. പിന്നെ ഫാസ്റ്റ് ഫുഡ്. ഇപ്പോ എല്ലാ ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡിനെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നതിന് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു 7 സെക്ടറിലുള്ള സ്റ്റോക്കുകളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ടോപ്പ് 20 സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ആണ്. ഇതെല്ലാം തന്നെ ലോങ് ടേം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നല്ല റിട്ടേൺസ് തരുന്നതാണ്. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ FMCGയിൽ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്ക് നമുക്കറിയാം, FMCG എന്ന് പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരുന്നത് HUL തന്നെയായിരിക്കും. കാരണം ഇവരുടെ ബ്രാൻഡ്, ഏതെങ്കിലും ഒരു ബ്രാൻഡ് എങ്കിലും നമ്മുടെ വീട്ടിൽ ഇല്ലാതെ കാണത്തില്ല. അത്രയും ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. കറണ്ട് പ്രൈസ് 2178. സോ വാല്യുവേഷൻ ഞാൻ ഓവറോൾ ആയിട്ട് പറയാം. വാല്യുവേഷൻ ഈ സ്റ്റോക്കിന് നല്ല വാല്യുവേഷൻ ആണ്. നല്ല ഡിവിഡൻഡ് yielding സ്റ്റോക്ക് ആണ്. പിന്നെ ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ ഓൺ എക്വിറ്റി, ഹെൽത്തി ഡിവിഡൻഡ് ഉണ്ട്, ഡെറ്റ് ഫ്രീ ആണ്. പിന്നെ കോമ്പറ്റീറ്റേഴ്സിൽ FMCGയിൽ ഇവരാണ് ഫസ്റ്റ് പ്ലേസിലുള്ളത്. നല്ല ഗ്രോയിങ് സ്റ്റോക്ക് ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ, ലോങ് ടേമിന് നമുക്ക് നല്ല റിട്ടേൺസ് വരണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റോക്ക് ആണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക്, അപ്പൊ ഇവരും ലീഡിംഗ് ആണ് ടാറ്റ ഗ്രൂപ്പില് ഫുഡ് ബിവറേജസ് ബിസിനസ്സില്. അപ്പൊ ഇവർക്കും നല്ല ഡിവിഡൻഡ് yielding സ്റ്റോക്ക് ആണ്, നല്ല ഫണ്ടമെന്റൽ ഉണ്ട്, നല്ല ഗ്രോയിങ് ഗ്രാഫാണ്, ഹെൽത്തി ഡിവിഡൻഡ്, ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്ക് ആണ്. സോ നെക്സ്റ്റ് ടാറ്റ പ്രോഡക്ട്സ് നമുക്കറിയാലോ, ടാറ്റ എന്ന് പറയുമ്പോൾ തന്നെ അതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. സോ ഈ സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. തേർഡ് നമ്മൾ എപ്പോഴും നല്ല ഒരു സ്റ്റോക്കാണ് ITC. ഈ സ്റ്റോക്കിന്റെ ഡിമാൻഡ് ഒരിക്കലും പോകത്തില്ല. ITCയുടെ സക്സസ് സ്റ്റോറീസ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ മെയിൻലി സിഗരറ്റ് സെക്ടറിൽ ഇവര് ബാക്കിയുള്ള പാക്കേജിങ്, പേപ്പർ ബോർഡ്സ്, ദെൻ ഹോട്ടൽസ് ഇതെല്ലാം ഉണ്ടായാലും സിഗരറ്റ് മാനുഫാക്ചറിംഗ് ഇവര് ഫസ്റ്റ് ആണ്. സോ ITC ഓൾസോ വൺ ഓഫ് ദി ലീഡിംഗ് ആണ്. ഹെൽത്തി ഡിവിഡൻഡ്, നല്ല ഫണ്ടമെന്റൽ, നല്ലൊരു ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് FMCGയിൽ തന്നെ നെസ്ലെ ഇന്ത്യ. ഈ ഒരു സ്റ്റോക്കും നല്ല ഡിമാൻഡബിൾ, ലോങ് ടേം ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ സ്റ്റോക്കുകൾ എല്ലാം തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സ്റ്റോക്ക്, അല്ലെങ്കിൽ ചിലവർക്കൊക്കെ ഈ സെക്ടറിലെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും എന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ടോപ്പ് 20 സ്റ്റോക്കുകൾ പറയുന്നു എന്ന് മാത്രം. അപ്പൊ ഫുഡ് ബിസിനസ് നല്ല ലീഡിംഗ് ആണ്, ഡെപ്റ്റ് ഫ്രീ ആണ്, ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് നല്ല CAGR, ഹെൽത്തി ഡിവിഡൻഡ് ആണ്. സോ ഈ ഒരു സ്റ്റോക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ബാങ്കിങ് സെക്ടറിലേക്ക് നോക്കാം. ബാങ്കിങ് സെക്ടറിലെ ഫസ്റ്റ് സ്റ്റോക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ICICI ബാങ്ക്. ഒത്തിരി അനാലിസിസ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് നടത്തിയിട്ടുള്ളതുണ്ട്. ജസ്റ്റ് ഓവറോൾ ആയിട്ട് പറയുന്നു, ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. നല്ല ഫണ്ടമെന്റൽ ഉണ്ട്, നല്ല ഗ്രോയിങ് സ്റ്റോക്ക് ആണ്.
തീർച്ചയായിട്ടും നമുക്ക് ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട HDFC, സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക് തന്നെയാണ്. FMC, HDFC, റീറ്റെയിൽ ബാങ്കിങ്, അതുപോലെ ഹോൾസെയിൽ ട്രഷറി ബിസിനസ്. HDFC ആണ് ഫസ്റ്റ് വരുന്നത്, പിന്നെ സെക്കൻഡ് ICICI ബാങ്ക്. നല്ല CAGR, നല്ല സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ SBI, ഓഫ് കോഴ്സ് SBI ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റോക്ക്. SBI ബാങ്കിങ് സെക്ടർ കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോമൊബൈൽസ് നോക്കാം. ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കാണ്, നമുക്കറിയാലോ. പബ്ലിക് സെക്ടറിൽ SBI ആണ് ലീഡിംഗ് ആയിട്ടുള്ള നല്ല ഫണ്ടമെന്റൽ ഗ്രോയിങ് സ്റ്റോക്കാണ്. ഇനി നമുക്ക് ഓട്ടോമൊബൈൽ സെക്ടറിൽ നോക്കാം. ഓട്ടോമൊബൈലിൽ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഹെറോ മോട്ടോ കോർപ്പ് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ മാനുഫാക്ചർ ആണ് ഇവര്. നല്ല ഫണ്ടമെന്റൽസ് ആണ്, നല്ല ഹൈ ഡിവിഡൻഡ് യീൽഡിംഗ് സ്റ്റോക്ക് ആണ്, ഡെപ്റ്റ് ഫ്രീ ആണ്, പിന്നെ ലാസ്റ്റ് 3 years ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്. സോ നല്ല സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ഇൻഫോസിസ്, IT സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് ഓൾവേസ് നല്ല ഡിമാൻഡുള്ള സ്റ്റോക്കാണ്. ഇൻഫോസിസ് നല്ല ഹെൽത്തി ഡിവിഡൻഡ് ഫണ്ടമെന്റൽ ആണ്, ലീഡിംഗ് ആണെന്ന് തന്നെ പറയാം IT സെക്ടറിൽ. ദെൻ അതുപോലെ TCS, വിപ്രോ, ഈ 3 സ്റ്റോക്കുകളും IT സെക്ടറിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല സ്റ്റോക്കുകളാണ്, തീർച്ചയായിട്ടും നല്ല ഡിമാൻഡാണ്, ഇവർക്ക് ഒരിക്കലും ഡിമാൻഡ് കുറയത്തില്ല. ഫ്യൂച്ചറിൽ നമുക്ക് നല്ല റിട്ടേൺസ് തരുന്ന സ്റ്റോക്കുകളാണ്. ഈ ഫാർമ സെക്ടറിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സൺഫാർമ. കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ്. സൺഫാർമ, ലൂപ്പിൻ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, ഈ 4 സ്റ്റോക്കുകളാണ്. 4 നല്ല സ്റ്റോക്കുകളാണ്. അതിൽ ഓരോന്നായി നമുക്ക് നോക്കാം. സൺഫാർമ നല്ല ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ്, ഫണ്ടമെന്റൽസ് കൊള്ളാം, ഡെപ്റ്റ് ഫ്രീ ആണ്. ഫാർമസ്യൂട്ടിക്കലിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്ലേസിൽ നല്ല ബിസിനസ് ആയിട്ടിരിക്കുന്നത് സൺഫാർമ തന്നെയാണ്. പിന്നെ ഡോക്ടർ റെഡ്ഡീസ് ലാബ്, സിപ്ല. അപ്പം ലീഡിംഗ് ആയിട്ടുള്ള 3 സ്റ്റോക്കുകളാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് നോക്കാം. ഡോക്ടർ റെഡ്ഡീസ് ലാബും നല്ല ഡിവിഡൻഡ് യീൽഡിംഗ് ആണ്, പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പൊ നിങ്ങൾ ഈ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ ഡെപ്റ്റ് ഫ്രീ ആണ്, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്, നല്ല ഗ്രോയിങ് സ്റ്റോക്ക് ആണ്. സിപ്ല നോക്കാം, സിപ്ല ലിമിറ്റഡ്. സിപ്ലൈ അതുപോലെ നല്ല ഡിവിഡൻഡ് യീൽഡിംഗ് ആണ്, 812 rupees, ഫണ്ടമെന്റൽസ് കൊള്ളാം, ഡെപ്റ്റ് ഫ്രീ, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, നല്ല ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ, നെക്സ്റ്റ് സ്റ്റോക്ക്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ 1996 സ്റ്റാർട്ട് ചെയ്തു, നല്ല ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്ക് തന്നെയാണ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, അപ്പോളോ ഹോസ്പിറ്റൽ, ഡോക്ടർ ലാൽപത്ത് ലാബ്സ്, അതുപോലെയൊക്കെ വന്നിട്ട് 4ാമത്തെ പ്ലേസിലാണ് ഫോർട്ടിസ് ഹെൽത്ത് കെയർ ഉള്ളത്. ഈ ഒരു സ്റ്റോക്ക് പർട്ടിക്കുലർലി ചൂസ് ചെയ്യാൻ കാരണം ഇവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ട്, ബെറ്റർ ഗ്രോയിങ് സ്റ്റോക്ക് ആണ് ഫോർട്ടിസ് ഹെൽത്ത് കെയർ. പിന്നെ ഫാസ്റ്റ് ഫുഡ് നമുക്ക് നോക്കാം. അതായിപ്പോ ഒത്തിരി തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടർ കൂടിയായി ഫാസ്റ്റ് ഫുഡ്. ജൂബിലന്റ് ഫുഡ് ബോക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യസ് ലാർജസ്റ്റ് ഫുഡ് സർവീസ് ആണ്. പിസ്സ, ഡൊമിനോസ് പിസ്സ ഇന്റർനാഷണൽ ബ്രാൻഡ്. സോ ഇവർക്ക് നല്ല ഡിവിഡൻഡ് യീൽഡിംഗ് ആണ്, ഫണ്ടമെന്റൽസ് കൊള്ളാം, നല്ല CAGR, നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഹെൽത്തി ഡിവിഡൻഡ്, സെയിൽസ് ഗ്രോത്ത് 10 years ആയിട്ട് ഉണ്ട്. സോ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ദെൻ ബർഗർ കിങ്. ബർഗർ കിങ് സെക്കൻഡ് ലാർജസ്റ്റ് ഫുഡ് ആണ് ഇൻ ദ വേൾഡ്. സോ ഇവർക്ക് നല്ല ഒരു ഫണ്ടമെന്റൽസ് ഉണ്ട്, നല്ല ഗ്രോയിങ് സ്റ്റോക്ക് ആണ് ബർഗർ കിങ്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്കാണ്. ഇപ്പൊ ഈ പവർ ജനറേഷൻ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സെക്ടറിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ടാറ്റ പവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ഡിവിഡൻഡ് ഉണ്ട്, കറണ്ട് പ്രൈസ് കുറവാണ്, 100 rupees ഉള്ളൂ ഈ ഒരു സ്റ്റോക്ക്, ഫണ്ടമെന്റൽ ബെറ്റർ തന്നെയാണ്. സോ ഓവറോൾ ബെറ്റർ സ്റ്റോക്ക് തന്നെയാണ്, ഗ്രോയിങ് സ്റ്റോക്ക് ആണ്, ഫ്യൂച്ചറിൽ നല്ല ഗ്രോയിങ് ആണ്. സോ
ഈ ഈ ഒരു ടോപ്പ് 20 സ്റ്റോക്കുകളും നമ്മൾ ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിട്ടേൺസ് പ്രതീക്ഷിക്കാം. ഈ സെക്ടർ ഒരിക്കലും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന 7 സെക്ടറും നല്ല ഡിമാൻഡബിൾ ആയിട്ടുള്ള സെക്ടറാണ്. അപ്പൊ ഈ സെക്ടറിൽ നിങ്ങൾക്ക് ഉചിതമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈസ് ഇതെല്ലാം നിങ്ങൾ നോക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡീമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.